2 ദിവസമായി ബംഗാളിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. മമതാ ബാനർജി സത്യാഗ്രഹമിരിക്കുകയാണ് കൊൽക്കത്ത മെട്രോ ചാനലിൽ. മന്ത്രിസഭാ യോഗം പോലും സത്യാഗ്രഹ പന്തലിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്തായിരുന്നു ബംഗാളിലെ പ്രശ്നങ്ങൾക്ക് തുടക്കം? CBIയും പോലീസും തമ്മിലുള്ള പോരിന് കാരണം എന്താണ്? അത് കൊൽക്കത്ത പോലീസ് കമ്മീഷണറായ രാജീവ് കുമാർ ആണ്. ആരാണ് ഈ രാജീവ് കുമാർ? മമതയ്ക്ക് രാജീവ് കുമാറിനോട് ഇത്ര മമത എന്തുകൊണ്ടാണ്? എല്ലാ കാലത്തും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് പ്രിയപ്പെട്ടവനായിരുന്നില്ല ഈ രാജീവ് കുമാർ. പശ്ചിമ ബംഗാളിലെ ഇടതു സർക്കാരിന്റെ കാലത്ത് തന്റെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെയും ഫോൺ ചോർത്തിയെന്ന് ആരോപിച്ച് രാജീവ് കുമാറിനെതിരെ തിരിഞ്ഞതും മമതയായിരുന്നു. എന്നാൽ ഭരണത്തിലേറിയപ്പോൾ അതേ ആയുധം ഉപയോഗിച്ച് തന്റെ എതിരാളികളെ നേരിടാൻ മമത രാജീവ് കുമാറിനെ ഉപയോഗിച്ചു. രാജീവ് കുമാർ CIDയിൽ സ്പെഷ്യൽ SP ആയിരുന്നപ്പോൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാവോയിസ്റ്റുകളെ തകർക്കാൻ നടത്തിയ ശ്രമം മമതയുടെ പ്രീതി പിടിച്ചുപറ്റി. അന്ന് മുതലാണ് മമതയും രാജീവ് കുമാറും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് കമ്മീഷണറെ മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് രാജീവ് കുമാർ കുറച്ചു സമയം തന്റെ പദവിയിൽ നിന്നും മാറി നിന്നു. എന്നാൽ അധികം താമസിയാതെ തന്നെ അദ്ദേഹം വീണ്ടും പോലീസ് സേനയുടെ ഭാഗമായി. 2016 രാജീവ് കുമാർ കൊൽക്കത്ത പോലീസ് കമ്മീഷണറായി ചുമതലയേൽക്കുന്നത്. സുർജിത് കർപ്പുകായസ്ഥയിൽ നിന്ന് പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റ ഇദ്ദേഹത്തിന് അധികം താമസിയാതെ തന്നെ കൊൽക്കത്തയിലെ CID വകുപ്പിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. 2016 തന്നെയാണ് മമതാ ബാനർജി തന്റെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനായി ഫോൺ ചോർത്താൻ രാജീവ് കുമാറിനെ നിയോഗിച്ചതായി പ്രതിപക്ഷ കക്ഷികളായ BJPയും കോൺഗ്രസും ആരോപിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് റൂർക്കിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ രാജീവ് കുമാറിനെ സംശയിക്കാൻ പ്രതിപക്ഷത്തിന് ന്യായങ്ങളുണ്ടായിരുന്നു. 1986 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനായ രാജീവ് കുമാർ ഒരു ടെക് വിദഗ്ധൻ എന്ന നിലയിൽ പേരുകേട്ടയാളുമായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ വിവാദം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന് ചില്ലറ തലവേദനകളല്ല സൃഷ്ടിച്ചത്. കൊൽക്കത്തയിലെ ഒളിഞ്ഞുനോട്ടക്കാരനായ പോലീസുകാരനായാണ് 2016 തെരഞ്ഞെടുപ്പിന് പശ്ചിമ ബംഗാൾ സന്ദർശിച്ച BJP അധ്യക്ഷൻ അമിത് ഷാ രാജീവിനെ വിശേഷിപ്പിച്ചത്. ആദ്യം അധികാരത്തിൽ വരുമ്പോൾ രാജീവ് കുമാറിനെ സ്വീകരിക്കാൻ മമതാ ബാനർജി മടികാട്ടിയിരുന്നു. സീനിയർ ഉദ്യോഗസ്ഥരുടെ നിർബന്ധപ്രകാരമാണ് പിന്നീട് രാജീവുമായി സഹകരിക്കാൻ മമതാ ബാനർജി സമ്മതിക്കുന്നത്. കൊൽക്കത്ത പോലീസിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങനെ പറയുന്നു: പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിൽ ആദ്യമായി ഒരു ഓഫീസ് അനുവദിച്ചു കിട്ടുന്ന പോലീസ് കമ്മീഷണറും ഇതേ രാജീവ് കുമാർ തന്നെയാണ്. ഇപ്പോൾ മമതാ ബാനർജിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള വടംവലിയിൽ രാജീവ് കുമാറും ശ്രദ്ധാകേന്ദ്രമാകുന്നു.